RLV രാമകൃഷ്ണനെ അപമാനിച്ച കേസിൽ നർത്തകി സത്യഭാമ കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ സത്യഭാമ കീഴടങ്ങാൻ എത്തിയത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ചെറിയൊരു പ്രതികരണമായിരുന്നു. ഉറച്ചു നിൽക്കുകയാണ്, അതായത് അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എന്നാണോ പറഞ്ഞത്? അവരിപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം RLV രാമകൃഷ്ണൻ, നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ ജാത്യാധിക്ഷേപമാണ് ഈ നൃത്താധ്യാപികയായ സത്യഭാമ നടത്തിയത്. അതൊരു ഇൻ്റർവ്യൂവിലായിരുന്നു, യൂട്യൂബ് ഇൻ്റർവ്യൂവിലായിരുന്നു. അതിനുശേഷം അത് വിവാദമാവുകയും പിന്നീട് നിരവധി തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടുകയും താൻ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് RLV രാമകൃഷ്ണൻ പോലീസിൽ കേസ് നൽകിയത്. കന്റോൺമെൻറ്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സത്യഭാമയ്ക്കെതിരെ SC/ST അട്രോസിറ്റി അടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിനെതിരെ മുൻകൂർ ജാമ്യം തേടി സത്യഭാമ ഹൈക്കോടതിയിൽ വരെ പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഒരാഴ്ചയ്ക്കുള്ളിൽ നെടുമങ്ങാട് SC/ST കോടതിയിൽ കീഴടങ്ങാൻ നിർദ്ദേശവും നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സത്യഭാമ നെടുമങ്ങാട് SC/ST കോടതിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അവർ കീഴടങ്ങും. മാത്രമല്ല, അവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ആര്യ.